വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ആകെ ക്ഷീണവും ആകെ ഒരു ഉത്സാഹക്കുറവുമായിട്ട് ഇവിടെ കണ്ണ് കിറങ്ങിയിരിക്കുകയാണ്. പാത്രത്തില് സ്വർണ്ണപ്പാത്രത്തിൽ ചായ വേണോ ഗൈസ്? ഹായ്, ഹലോ. ഞങ്ങളിതേ വൈകുന്നേരം ഒന്ന് ലുലു പോകാൻ വേണ്ടി ഇറങ്ങിയത്. വീക്കെൻഡാണല്ലോ. അപ്പോൾ വീക്കെൻഡിൽ ലുലു ഒക്കെ ഒന്ന് പോയി വീക്കിലി പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് വരാമെന്ന് ഓർത്തു. റൈറ്റ് സൈഡ് നോക്കിയാൽ ഫുള്ള് ചെടിയിലും പൂ പിടിച്ച് നിൽക്കുകയാണ്. വിൻ്റർ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ റോഡൊക്കെ കാണാൻ വേണ്ടി. വിൻ്റർ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 1 hour ഉണ്ടല്ലോ ലുലു എത്താൻ വേണ്ടി. അതുവരെ ഞങ്ങളിത് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോവുകയാണ്, എന്തൊക്കെ വാങ്ങിക്കണമെന്നുള്ള ലിസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു വളമാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ, പക്ഷേ എത്രമാത്രം അറിയാൻ പറ്റുന്നതെന്നറിയില്ല. താഴോട്ട് നോക്കിയേക്കാൻ ഒരു ഗർദം പോലാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇച്ച പറഞ്ഞ് നമുക്ക് വണ്ടിയുടെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകാം, ഒരു 5 to 10 minutes എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അതാവട്ടെന്ന് കരുതി അങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 minute ഒന്നും എടുത്തില്ല കേട്ടോ, ഒരു 6-7 minute കൊണ്ട് തന്നെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ലുലു എത്താറായി. അപ്പം ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ കാറ് പാർക്ക് ചെയ്യാൻ പോയാണ്. ഞങ്ങൾ ലുലുവിലേക്ക് എത്തി. എൻട്രൻസിലൂടെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇവിടെ വേൾഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. നമുക്കകത്ത് കയറി നോക്കാം കേട്ടോ. സ്ഥിരം പോകുന്നതല്ല തന്നെ വന്ന പാടെ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് റൈറ്റ് സൈഡിലെ ബോഡി ലോഷൻ്റെ ഏരിയ ആണ്. ഓഫർ വല്ലതും വന്നിട്ടുണ്ടോയെന്നാണ് ഞാൻ നോക്കുന്നത്. ഓഫർ ടൈമിലാണ് ഞാനത് വാങ്ങിക്കാറുള്ളത്, പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ലായിരുന്നു ഇന്ന്, അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയില്ല. പിന്നെ തിരിച്ച് ഞങ്ങളുടെ മെയിൻ ഐറ്റം ഞങ്ങളുടെ ഹണി തേൻ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നു. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണിത്. പെട്ടെന്ന് തീരുന്നത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബോട്ടിൽ 1 month കൊണ്ട് തന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ ഒരു വലുതെടുക്കാമെന്ന് കരുതി ഒരെണ്ണം, കാരണം പെട്ടെന്ന് തീരും ഇത്. അതുകൊണ്ട് അൽമറയുടെ തന്നെ ഒരു ഹണി നമ്മൾ എടുത്തു. പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. പ്രൈസ് വൈസ് ഇവിടെ നല്ല കൂടുതലാണ് ഹണിക്ക് റേറ്റ്. അപ്പം നാട്ടിൽ നിന്ന് തന്നെയാണ് ബെറ്റർ. അത് ഇങ്ങനെ ഞങ്ങൾ ഹണിയൊക്കെ വാങ്ങിയിട്ട് ഹണി എടുത്തിട്ട് അടുത്ത സ്ട്രോബെറി കണ്ടേ, എനിക്കിഷ്ടമാണ് സ്ട്രോബെറി. അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇച്ച പറഞ്ഞ് ഇപ്പം വാങ്ങിക്കണ്ട, അടുത്ത ആഴ്ച നമ്മൾ സ്ട്രോബെറി ഫാമിൽ പോകുന്നുണ്ട്, അപ്പോൾ ഫ്രഷ് വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതെടുത്തില്ല. അപ്പോഴത്തേക്കത് സ്മോക്കി ബീഫ് അത് ഞങ്ങൾ എടുത്ത് കേട്ടോ, കാരണം 50% ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരെണ്ണം എടുത്ത് അതിനുശേഷം നമ്മൾ ബിസ്ക്കറ്റ് ഐറ്റത്തിലോട്ട് പോയി. അപ്പോൾ കിച്ചൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാം കേട്ടോ. ബിസ്ക്കറ്റ് ലിറ്റിൽ ഹാർട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ലിറ്റിൽ ഹാർട്ട് എടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങളിതാ ഉപ്പിലിട്ട ഐറ്റംസ് കാണാൻ നല്ല ഭംഗിയാണല്ലോ, പക്ഷെ വാങ്ങിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉലുവിന് ഉപ്പിട്ടത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ചീത്തയായി പോയ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ ആ ഏരിയയിൽ നിന്ന് മാറി. പിന്നെ സ്വർണ്ണ പാത്രങ്ങൾ, ഇപ്പം സ്വർണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, എന്നാ വിലയാണ്. അതുകൊണ്ട് നമുക്ക് പാത്രം എങ്കിൽ പാത്രം എന്നും പറഞ്ഞ് നമുക്ക് ഇപ്പം അപ്പം ചുടുവെന്നാണ് തോന്നുന്നത്. ചായ ഇടാം സ്വർണ്ണപ്പാത്രത്തിൽ ചായ വേണോ ഗൈസ്? പാത്രമൊന്നും വാങ്ങിയില്ല കേട്ടോ, ഇതൊക്കെ നോക്കിയിട്ട് പതുക്കെ അവിടെ വെച്ച്. കാരണം ആദ്യം വന്ന സമയത്ത് അത്യാവശ്യം പാത്രമൊക്കെ വാങ്ങിയായിരുന്നു. അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു. ആ തക്കത്തിലേക്ക് ആളിതാ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്നു. തക്കം തെറ്റി അപ്പം ചോക്ലേറ്റ് വേണം. അങ്ങനെ അടുത്തത് ഫ്രഷ് ജ്യൂസ് എന്നും പറഞ്ഞ ഐറ്റം, എന്താണെന്നറിയില്ല, ഫ്രഷ് എന്നാണ് ഇവർ പറയുന്നത്. എങ്കിലും ഒരെണ്ണം നോക്കാമെന്ന് കരുതി. ഇപ്പോൾ അവക്കാടോടെ ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി ഒരെണ്ണം വാങ്ങി കേട്ടോ. വേറൊന്നും എടുത്തില്ല, എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാമല്ലോ, നമ്മൾ കഴിച്ചിട്ടില്ല ഇതുവരെ ഇത്. അതിനുശേഷം നമ്മൾ അൽമറയുടെ ജ്യൂസ് ഐറ്റംസിലോട്ടാണ് പോയത്. മാംഗോ എൻ്റെ ഫേവറേറ്റ് എന്നാണ്, എനിക്കിഷ്ടമാണ്. വേറെ കൈകഷ്ണം 2 ഫ്ലേവർ വാങ്ങിച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ചീസ് നോക്കേ, പല വെറൈറ്റീസ് ഓഫ് ചീസ്. ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒന്നും എടുത്തിട്ടില്ല ചീസിൻ്റെ ഐറ്റം. നോക്കേ എത്രമാത്രം വെറൈറ്റീസ് ഉണ്ടെന്ന് ചീസിൻ്റെ. അതിനുശേഷം എന്താ ഐസ്ക്രീം വേണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല, ഡയറ്റ് ആയതുകൊണ്ട്. നോക്കിയിട്ടൊന്ന് പോരുന്നു. പിന്നെ ഇത്രയും ഐറ്റമൊക്കെ ബില്ലടിക്കാൻ വേണ്ടി വെച്ചാൽ നിൽക്കുകയാണ്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങളിതാ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ബാഗ് കണ്ടു.
ആദ്യത്തെ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും മാറ്റി. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരുവിധം നല്ല ഒരു സിമ്പിൾ ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈനുള്ള ഒരു ഇത് കൊള്ളായിരുന്നു. പക്ഷെ എടുത്തില്ല, നോക്കിയിട്ട് ഞാൻ തിരിച്ചു വെച്ചു. ശേഷം ഞങ്ങളതാ ലുലുന്ന് പതുക്കെ ഇറങ്ങുകയാണ്. 8 ആയി, നല്ല 10:30 11 ആയെന്ന് തോന്നിപ്പോൾ സമയം. അങ്ങനെ വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ലുലുവിൻ്റെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വരുന്നത്. അങ്ങനെ ഇവിടെ റെസ്റ്റോറൻറ്റ് എത്തി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഫ്രഷ് കുനാഫ റെഡിയാക്കുന്നു. എങ്കിൽ ഒരു കുനാഫ ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാമെന്ന് കരുതി ഒരെണ്ണം ഓർഡർ ചെയ്തു. പിന്നെ ഒന്ന് മക്ലൂബയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നല്ല വിശപ്പായി, കാരണം വൈകിട്ട് ഇറങ്ങിയതല്ലേ. ഞങ്ങളങ്ങനെ നിൽക്കുക. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ആകെ ക്ഷീണം, ആകെ ഒരു ഉത്സാഹക്കുറവുമായിട്ട് ഇവിടെ കണ്ണൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് ഞങ്ങളുടെ ഇപ്പോൾ റെഡിയാവും, കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.